യേശും സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 14 ഞായർ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 11 അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ പിതാവായ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. കാരണം കുറേയേറെ എളിയ മനുഷ്യർ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ തയ്യാറാകുന്ന മനുഷ്യരോട് യേശുനാഥൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ മുഖം വഹിക്കുവിൻ, നിങ്ങളുടെ ഭാരങ്ങളൊക്കെ എൻ്റെ അടുക്കൽ ഇറക്കി വയ്ക്കുവിനെന്ന്. വളരെ മനോഹരമായി ഈ സുവിശേഷ ഭാഗം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്കാണ്. എല്ലാ ഭാരങ്ങളും അവൻ്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അവൻ്റെ മുഖം വഹിക്കുവാനുള്ള ഒരു വിളിയാണത്. യേശുനാഥൻ ഈ സുവിശേഷ ഭാഗം ഇങ്ങനെ പറയുമ്പോൾ ഇതിന് തൊട്ട് മുൻപ് ഒത്തിരി സങ്കടത്തിലായിരുന്നു യേശുനാഥൻ. കാരണം അവനെ സ്വീകരിക്കാത്ത ഒത്തിരിയേറെ മനുഷ്യരെ അവിടുന്ന് കാണേണ്ടി വരുന്നുണ്ട്. അവനെ സ്വീകരിക്കാതെ അവൻ ചെയ്ത അത്ഭുതങ്ങൾ മാത്രം സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിരാകരിക്കുകയും ചെയ്ത കുറേയേറെ മനുഷ്യരെ ഓർത്ത് അവൻ വ്യസനിക്കുന്നുണ്ട്. അതിനുശേഷമാണ് തുടർന്ന് വരുന്ന ഈ ഭാഗത്തിൽ യേശുനാഥൻ കുറേ ചെറിയ മനുഷ്യരെ ഓർത്ത്, ഒരു ചെറിയ സമൂഹം, അവരെ ഓർത്ത് യേശുനാഥൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്താണ് ഈ മനുഷ്യരുടെ പ്രത്യേകത? ഇവർ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറായ മനുഷ്യരായിരുന്നു. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ എളിയ മനുഷ്യരാണ്. ഇവർ കുഞ്ഞുങ്ങളെപ്പോലെ മനസ്സുള്ള മനുഷ്യരാണ്. അവരതുകൊണ്ട് യേശുനാഥനെ സ്വീകരിക്കുകയാണ്. ഈ സ്വീകരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ നിരാകരിച്ചവരൊക്കെ ബുദ്ധിമാന്മാരും അവിടെ ഉണ്ടായിരുന്ന ആ, പൗരോഹിത്യം സ്വീകരിച്ചവരും പുരോഹിതന്മാരും അവിടെ ഉണ്ടായിരുന്ന ഫരിസേയരും ഒക്കെയാണ്. നിയമജ്ഞരും ഫരിസേയരും അങ്ങനെയുള്ള ആ സമൂഹത്തിലെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചിരുന്ന മനുഷ്യരാണ്. അവർക്ക് ക്രിസ്തു പറഞ്ഞതൊന്നും അത്ര ദഹിക്കുന്നില്ല. അവരവരുടെ ബുദ്ധിയിൽ ഇതിനെയൊക്കെ ചിന്തിച്ച് ഒത്തിരിയധികം ചിന്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ ഇവർ നിരാകരിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഇവിടെ ആകട്ടെ കുറേ മനുഷ്യർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. അവർ കൂടുതലൊന്നും ചിന്തിക്കാതെ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കണം. കാരണം ക്രിസ്തു ചെയ്ത അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അവർ ദൈവത്തിൻ്റെ അടയാളമായി സ്വീകരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഓരോ അത്ഭുതങ്ങളും അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു. ഈ സ്നേഹം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവർ യേശുനാഥനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുന്നവരോട് യേശുനാഥൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, നിങ്ങൾ ഒത്തിരിയധികം വേദനിക്കുന്നവരാണ്, നിങ്ങൾ ഒത്തിരിയധികം ഭാരം വഹിക്കുന്നവരാണ്, അതൊക്കെ എൻ്റെ അടുക്കൽ നിങ്ങൾ ഇറക്കി വയ്ക്കുവാനാണ് പറയുന്നത്. ഈ പണ്ട് കാലങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഈ ചുമട് താങ്ങി എന്ന് പറയുന്നത്. കാരണം ഭാരം വഹിച്ചു കൊണ്ട് പോകുന്നവർക്കത് നിലത്തിറക്കി വയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരിത് നിലത്തിറക്കി വയ്ക്കാതെ അവരുടെ തോൾപ്പൊക്കത്തിന് സ്ഥാപിച്ചിരുന്ന ഒരു കല്ലിന് മുകളിലേക്ക് ഈ ചുമടുകളെ അവർ ഇറക്കി വെച്ച് അവരവിടെ സ്വസ്ഥമായി ഇരിക്കും. എന്നിട്ട് കുറേയേറെ കഴിഞ്ഞ് അവർ ഈ ചുമടുമായി പോകും. അപ്പോൾ ഇതുപോലൊരു ചുമട് താങ്ങിയായി ക്രിസ്തു തന്നെ സമർപ്പിക്കുകയാണ്. കുരിശൊരു ചുമട് താങ്ങിയാണ്. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ ക്രിസ്തു ചുമക്കുകയാണ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന് ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ ഈ എല്ലാ ഭാരവും എൻ്റെ അടുക്കൽ വരുവിൻ, എൻ്റെ നുകം നിങ്ങൾ വഹിക്കുമെന്നാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ വേദനകളില്ലാത്ത, അല്ലെങ്കിൽ സങ്കടങ്ങളില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകുമെന്നല്ല ക്രിസ്തു പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും ഉണ്ടാകും. പക്ഷേ അതൊക്കെ സഹിക്കാനുള്ള കൃപ തരികയും കൂടെ നിന്ന് കൂട്ടിനൊരാളായി ക്രിസ്തു ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള ഒരു ബോധ്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കായി പോകില്ല. ക്രിസ്തു എന്ന വലിയ കൂട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അവൻ ഈ ഭാരങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ നയിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ ഈ യേശുനാഥൻ അവിടെ ഉണ്ടായിരുന്ന പരിസയരോടും നിയമജ്ഞരോടും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ഒത്തിരിയധികം ഭാരം ഈ മനുഷ്യരുടെ മേൽ ചുമത്തുകയും നിങ്ങളൊരു ചെറു വിരൽ കൊണ്ട് പോലും അവരെ സഹായിക്കുകയും ചെയ്യാത്ത മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിലാണ് ക്രിസ്തു എന്ന വലിയ സ്നേഹത്തിൻ്റെ അടയാളം ഭാരം മുഴുവനും ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്. നമുക്കറിയാം, വചനം പറയുന്നത് പോലെ അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളായിരുന്നു, അവൻ മുറിവേറ്റത് എൻ്റെ മുറിവുകൾക്ക് വേണ്ടിയാണ്. അപ്പം അങ്ങനെ ജീവിതത്തിലെ ഒരു മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങളും സഹനങ്ങളും തൻ്റെ നെഞ്ചോട് ചേർത്തെടുക്കുന്ന ക്രിസ്തു എന്ന വലിയ ദൈവത്തിൻ്റെ സത്യത്തെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ വെച്ച് കാണിച്ചു തരുന്നത്. ക്രിസ്തുവിനെ മനസ്സിലാക്കി അവൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുക. ഇവൻ ഭാരം കയറ്റിവെക്കുകയും നമ്മെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനല്ല, മറിച്ച് ഭാരത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് സഹായം നൽകുകയും ചെയ്യുന്ന ഒരു ദൈവസാന്നിധ്യമാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മളത് കാണുന്നുണ്ട്. അവനെ കണ്ടവരും കണ്ടുമുട്ടിയവരും ഒക്കെ പിന്നീട് നടന്നു പോയത് ഭാരമില്ലാത്ത മനുഷ്യരാണ്. ഈ ഭാരം സഹനത്തിൻ്റെ ഭാരം മാത്രമല്ല, ദുഃഖത്തിൻ്റെയോ രോഗത്തിൻ്റെയോ ഭാരം മാത്രമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പാപഭാരം പോലും അവൻ ഏറ്റെടുക്കുകയും അവർക്ക് അനുഗ്രഹം നൽകുകയും ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ വലയത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിക്കുന്നത്. അപ്പോൾ അവരെ മനസ്സിലാക്കുക, അവൻ നമ്മളെ വിളിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കുവാനും നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാനുമാണ്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നതും ആ വലിയൊരു പാഠമാണ്. ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പോവുക, അവൻ്റെ ഹൃദയത്തിലേക്ക് ഒരു കൂട് അവൻ ഒരുക്കുന്നുണ്ട്. എല്ലാ ഭാരങ്ങളും അവനിലേക്ക് ഇറക്കി വെച്ച് അവനിൽ നിന്ന് സന്തോഷവും സമാധാനവും സ്വീകരിച്ചുകൊണ്ട് പോകാൻ. ഒപ്പം ക്രിസ്തു നമ്മളോട് പറയുന്നത് ഇതുപോലെ ചുമട് താങ്ങികളായ മനുഷ്യരായി നമ്മൾ മാറണമെന്നാണ്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മനുഷ്യരെ ഇന്ന് ഈ ലോകത്തിന് ആവശ്യമുണ്ട്. കാരണം പല ഭവനങ്ങളിലും ഏറ്റവും വലിയ പ്രശ്നം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒത്തിരിയധികം മനുഷ്യരായി മാറുകയാണ് നമ്മൾ. അപ്പം ഈ ഭവനം സമാധാനമില്ലാത്ത ഇടമായി മാറുകയാണ്. ഒരു വീട്ടിൽ സമാധാനമില്ലെങ്കിൽ ഈ വീട്ടിലുള്ള മനുഷ്യർ എവിടെ ചെന്നെത്തും സമാധാനത്തിന് വേണ്ടി? ഈ ഓഫീസിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മറ്റ് പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് വീടാകെ കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഭവനത്തിലുള്ള മനുഷ്യർ ഈ ഭാരവുമായി വരുന്ന മനുഷ്യരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന മനുഷ്യരെ പറഞ്ഞു. അതിന് ചില സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായി വരും. നമ്മൾ ഈ മനുഷ്യരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ, കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ഭാരം ഏറ്റെടുക്കാൻ നമ്മൾ നമ്മുടെ ചുമടൊന്ന് താങ്ങുമ്പോൾ നമ്മൾ കുറച്ച് വേദനകൾ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷെ അപ്പോഴാണ് ഭവനത്തിലുള്ളവർക്ക് സമാധാനം നൽകുക. ഈ സംഭവത്തെ സാധൂകരിക്കുന്ന ഒരു സംഭവം ഏതാണ്ട് 37 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. പേച്ചിയമ്മാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവൾ 20-ാമത്തെ വയസ്സിൽ വിവാഹിതയായി. 21, 22 വയസ്സായപ്പോഴേക്കും അവളുടെ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിച്ചു പോവുകയാണ്. അപ്പോഴേക്കും ഈ പേച്ചിയമ്മാൾ ഒരു കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുകയായിരുന്നു. അപ്പോൾ പേച്ചിയമ്മാൾക്ക് ഈ കുഞ്ഞിനെ കളയാം. പക്ഷേ പേച്ചിയമ്മാൾ കുഞ്ഞിനെ അവൾ പ്രസവിക്കുകയും കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. 37 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണിത്. അപ്പോൾ അവൾ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ജോലിക്ക് പോകാൻ പോയിട്ട് തിരിച്ചു വരുന്ന രാത്രിയിൽ അവളെ കുറച്ച് യുവാക്കൾ ആക്രമിക്കാൻ പരിശ്രമിക്കുകയാണ്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട പേച്ചിയമ്മാൾ ഒരു കാര്യം മനസ്സിലായി, സ്ത്രീയായി ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പേച്ചിയമ്മാൾ അന്ന് ഒരു പുരുഷനായി മാറാൻ തുടങ്ങി. അവൾ മുത്തു എന്ന പേരിൽ വേഷം മാറി 37 വർഷം ജോലി ചെയ്ത് തൻ്റെ മകളെ വിവാഹം ചെയ്ത് കഴിപ്പിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കിട്ടേണ്ടിയിരുന്ന എല്ലാ നല്ല കാര്യങ്ങളും അവൾ ഇതോടുകൂടി ഉപേക്ഷിക്കുകയാണ്. കാരണം ഈ മുത്തുമായി ജീവിക്കാൻ വേണ്ടി അവൾ സിഗരറ്റ് വലി വരെ തുടങ്ങി. കാരണം ജനങ്ങളുടെ മുമ്പിൽ അവൾ പുരുഷനാണെന്ന് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം അവൾ ചെയ്തത് കുഞ്ഞിന് വേണ്ടിയാണ്. ഈ കുഞ്ഞിന് സമാധാനം കൊടുക്കാൻ, കുഞ്ഞിന് സന്തോഷം കൊടുക്കാൻ അവൾ ഈ വലിയ ഭാരം ഏറ്റെടുക്കുകയാണ്. അവൾക്ക് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. അപ്പം ഇതുപോലെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മറ്റുള്ള മനുഷ്യരുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന മനുഷ്യരായി നമ്മൾ മാറണമെന്നാണ് ഇന്നത്തെ ഈ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളെല്ലാം ചുമടുതാങ്ങുകളായി മാറട്ടെ. നമ്മുടെ ഭവനങ്ങളിലെല്ലാം സങ്കടത്തോടെ വരുന്ന മനുഷ്യർ സന്തോഷത്തോടെ സമാധാനത്തോടെ തിരിച്ചു പോകുന്ന ഭവനങ്ങളായി മാറട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.